ഏറ്റുമാനൂരിൽ അമ്മയുടെയും പെൺമക്കളുടെയും മരണം. ഭർത്താവ് കസ്റ്റഡിയിൽ. ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയപറമ്പ് നോബി കുര്യാക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നോബിയുടെ ഭാര്യ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ പീഡനത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ. ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പിലുള്ള പാറോലിക്കർ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു അപകടം നടന്നത്. 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയായിരുന്നു ആത്മഹത്യ. അമ്മയും മക്കളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകി. ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്തൃവീട്ടുകാരുടെ കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമായിരുന്നു. ഇത് അയൽവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഭർത്താവിന്റെ നിരന്തര മർദ്ദനം അടക്കം സഹിക്കാൻ കഴിയാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നതും. ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടായതോടെ കൂട്ടാത്മഹത്യയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിന്റെ മർദ്ദനമടക്കം സഹിച്ചു കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഷൈനിക്കെന്ന് നാട്ടുകാരും പറയുന്നു. രാവിലെ പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തുടർന്ന് ട്രെയിനിന്റെ മുന്നിൽ ചാടുകയായിരുന്നു.